ഇതിന്റെ ഒരു തോട്ട് ആക്ച്വലി നോബിള് വിനീതായിട്ട് ഷെയർ ചെയ്യണത് 2023 ഏപ്രിലാണ്. അന്ന് ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അനൗൺസ് ചെയ്തു, പ്രീ പ്രൊഡക്ഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ്. അപ്പോൾ നോബിൾ ഇതേപോലെ ചെന്നൈയിൽ വിനീതിനെ കാണാൻ പോയി, ഈ ഒരു സ്റ്റോറിയുടെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നോബിൾ അവിടെ ചെല്ലുകയും വിനീത് കഥ കേൾക്കുകയും ത്രില്ലർ ആയതുകൊണ്ട് വിനീത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നോബിളടുത്ത് അങ്ങോട്ട് ചോദിക്കുമായിരുന്നു, ഈ പടം ഞാൻ ഡയറക്റ്റ് ചെയ്തോട്ടെ, അണ്ടർ വൺ കണ്ടീഷൻ, വർഷങ്ങൾക്ക് ശേഷം റിലീസാണ് വരെ ഇത് വെയിറ്റ് ചെയ്യണം, എനിക്ക് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിയാലേ ബാക്കി ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതായിരുന്നു ഒരു കാര്യം പറഞ്ഞത്. എന്നിട്ട് എന്താന്ന് വെച്ചാൽ അന്ന് വൈകിട്ട് തന്നെ എന്നെ വിളിച്ചിട്ട്, എടാ നമുക്ക് മൂന്നാമത്തെ ഒരു പടം കൂടെ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കഥ കേട്ടിട്ടില്ല, അപ്പൊ സ്റ്റോറി വേറെ ഒന്നും. അപ്പൊ എൻ്റെ അടുത്ത് ഇത് മാത്രമേ കേട്ടിട്ടുള്ളൂ, വിനീത് മാത്രം കേട്ടു, ദിവ്യയും കേട്ടു. അപ്പൊ രണ്ടുപേർക്കും എക്സൈറ്റഡ് ആയിട്ടാണ് അവര് കമ്മിറ്റ് ചെയ്തത്. അപ്പൊ കമ്മിറ്റ് ചെയ്ത ശേഷമാണ് എന്നെ വിളിച്ചിട്ട്, നീ എൻ്റെ കൂടെ പ്രൊഡക്ഷനിൽ ഈ മൂന്നാമത്തെ പടം പ്രൊഡ്യൂസ് ചെയ്യണോ ഇങ്ങോട്ട് ചോദിച്ചത്. ഞാൻ പറഞ്ഞു വിനീത് ഓക്കെ പറഞ്ഞ ഞാൻ റെഡിയാ, വിനീത് ചാടാൻ പറഞ്ഞ കൂടെ ഞാൻ ചാടും. അപ്പം അങ്ങനെയാണല്ലോ അതിന്റെ ഒരു രീതി.